നല്ല രീതിയിൽ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഫസ്റ്റ് വീക്ക് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഐഡന്റിഫൈ ചെയ്തപ്പോൾ നമുക്ക് തോന്നുന്നു ലാസ്റ്റിൽ ആവുമ്പോഴേക്കും നിങ്ങൾ കുറേ ബേർഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവ് കിട്ടും. എന്തായാലും നിങ്ങളെ മെന്റേഴ്സിനെ സ്ഥിരം കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ബേർഡിന്റെ ടാസ്ക് നമുക്ക് ആദ്യത്തെ ബേർഡ് ബാത്ത് വെക്കലായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും കുറെ ആൾക്കാർ ബേർഡ് ബാത്ത് വെച്ച് ഫോട്ടോ ബേർഡ് ബാത്തിന്റെ ഫോട്ടോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ബേർഡ് ബാത്ത് വെക്കുന്നതിന്റെ തന്നെ മേജർ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളോട് ഞാൻ ആദ്യം സംസാരിക്കുമ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞത് എങ്ങനെയാ നമ്മൾ പക്ഷിനെ സംരക്ഷിക്കുക എന്ന് ചോദിക്കുന്നതിന്റെ കുറെ ആൾക്കാർ ഉത്തരം തന്നത് പക്ഷികൾക്ക് വെള്ളവും ഭക്ഷണമൊക്കെ കൊടുക്കണം എന്നാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിലാണ് നിങ്ങളോട് എല്ലാവരും വെള്ളം വെക്കാൻ പറഞ്ഞത്. നമ്മൾ ബേർഡ് കൺസർവേഷൻ എന്തായാലും ചെയ്യണമല്ലോ. അപ്പോൾ രണ്ടാമത് ഈ ബേർഡ് ബാത്തിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന പക്ഷികളെയൊക്കെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. കുറേ പക്ഷികൾ രാവിലെയും വൈകുന്നേരം ഒക്കെ വേറെ വേറെ ഡിഫറെന്റ് പക്ഷികൾ അവിടെ വന്ന് വെള്ളം കുടിക്കുന്നതും കുളിക്കുന്നതും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇനി ഒന്ന് അതും കൂടി ഒബ്സർവ് ചെയ്യുക. എന്തെങ്കിലും പക്ഷികൾ നിങ്ങൾ ബേർഡ് ബാത്തിൽ വരുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് അയക്കാം. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പറഞ്ഞാലും മതി ബേർഡ് ബാത്ത് ആക്റ്റീവ് ആണെങ്കിൽ. രണ്ടാമത്തത് ഇപ്പോൾ ഓൾറെഡി മേക്ക് എ ബേർഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾ ഒരു പക്ഷീനെ ഉണ്ടാക്കേണ്ടത്, ഏത് തരത്തിലാണ്, എന്തെങ്കിലും പേപ്പർ കൊണ്ടോ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു പക്ഷീന്റെ ഒരു മോഡൽ ഉണ്ടാക്കാം. അതായിരിക്കും നിങ്ങളുടെ അടുത്ത ആക്ടിവിറ്റി. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ടോക്കാണ് ഇന്ന് നടക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നു, എന്താണ് പക്ഷികൾ. അപ്പൊ അതിനകത്ത് നമ്മൾ മോർഫോളജി പറഞ്ഞല്ലോ. മോർഫോളജി പറയുമ്പോൾ പക്ഷികളുടെ ഓരോരോ ഭാഗങ്ങൾ വെച്ചിട്ടാണ് പക്ഷികളുടെ പേരിടുന്നത്. ഓരോ പക്ഷികൾക്കും നിങ്ങൾ തന്നെ കുറെ പക്ഷികളുടെ പേര് ഗ്രൂപ്പിൽ ഇടുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഓരോന്നിന് കളറും പക്ഷിയുടെ ബോഡി പാർട്ടും അനുസരിച്ചിട്ടാണ് പേര് വരുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഇന്ന് അഭിരാഗ് നിങ്ങൾക്കൊരു ചെറിയൊരു ടോക്ക്, അതായത് കുറച്ച് പടങ്ങളൊക്കെ കാണിച്ചിട്ട് എങ്ങനെയാണ് പക്ഷീന്റെ പേര് വിളിക്കുക എന്ന രീതിയിലേക്കുള്ള ഒരു ചെറിയ ടോക്കാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു 30 മിനിറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ അഭിരാഗ് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാല്ലേ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബേർഡ്സിന്റെ മോർഫോളജിയാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ അപ്പം തന്നെ മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കണം കേട്ടോ. ഈ ചാറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല. സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ക്ലിയർ ആകുന്നില്ല അപ്പോൾ പറയണേ. ഇതിൽ ആദ്യം തന്നെ നമുക്ക് എന്താണ് മോർഫോളജി എന്ന് നോക്കാം. മോർഫോളജിക്കുള്ള ഒരു ചെറിയൊരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഒരു ആനിമലിൻ്റെ, അത് ഏതോ ആയിക്കോട്ടെ, അതിൻ്റെ പുറത്തുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന അതിൻ്റെ എന്താ പറയുക എക്സ്റ്റേണൽ സ്ട്രക്ചറിനെ പറ്റിയുള്ള സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മോർഫോളജി എന്ന് വിളിക്കുന്നത്. ഒരു ആനിമലിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇന്റേണൽ ഓർഗൻസ് ഉണ്ടാവും, എക്സ്റ്റേണൽ ഓർഗൻസ് ഉണ്ടാവും. ഇന്റേണൽ ആയിട്ട് നമുക്കറിയാം ഈ കിഡ്നി ഉണ്ടാവും, ലിവർ, ഹാർട്ട്. അതേപോലെ അതിന്റെ എക്സ്റ്റേണൽ ഓർഗൻസ് ആണ് മോർഫോളജിയിൽ വരുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ബീക്ക്, ഒരു ബേർഡിനെ സംബന്ധിച്ചിടത്തോളം ബീക്ക് എന്ന് പറയുന്നത് അതിന്റെ കൊക്കാണ്. അതേസമയം അതിന്റെ വിങ്, അതിന്റെ ലെഗ്, ഇങ്ങനെയുള്ള സാധനങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു സ്റ്റഡീനെ നമ്മൾ എന്ത് വിളിക്കും, മോർഫോളജി എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഒക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അധികം പക്ഷികളെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് ആദ്യം ഒരു പ്രാവിനെ കാണാം. രണ്ടാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാക്കയെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ അടുത്ത ചിത്രത്തിൽ ഒരു പരുന്തുണ്ട്. താഴെ ആദ്യത്തെ ചിത്രത്തിൽ ഒരു മൂങ്ങ, പിന്നീടുള്ളത് ഒരു വേഴാമ്പലാണ്. അതിന്റെ അടുത്ത ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുന്ന മയിലാണ്. അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ എന്താ പറയാ, ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഒരു ബേർഡറാവണം, പക്ഷി നിരീക്ഷകനാണെന്നൊന്നുമില്ല, ഇതൊരു സാധാരണക്കാരൻ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ പറയാൻ പറ്റുന്ന ചിത്രങ്ങളാണ് ഇതിലുള്ളത്. ഈ ബേർഡ്സിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അടുത്ത ഈ ഒരു ചിത്രത്തിലേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മേലെ 2 ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് ഒന്ന് ജംഗിൾ ക്രോ അല്ലെങ്കിൽ ലാർജ് ബിൽഡ് ക്രോ ഉണ്ട്, അതുപോലെ റൈറ്റ് സൈഡിൽ ഹൗസ് ക്രോ ഉണ്ട്. ഇതില് നമ്മളെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ 2 കാക്കേനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് കാക്കയാണെന്നാണ്. അതേസമയം നമുക്കറിയാം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതും റൈറ്റ് സൈഡിൽ കാണുന്നതും 2 സ്പീഷീസുകളാണ്. ഇടതുവശത്ത് കാണുന്നത് നമ്മൾ സാധാരണ എന്താ പറയാ ബലിക്കാക്ക എന്നൊക്കെ പറയുന്ന ഒരു കാക്കയാണ്. വലതുവശത്ത് കാണുന്നതാണെങ്കിൽ നമ്മുടെ കാവതിക്കാക്ക എന്നും അങ്ങനെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന മറ്റൊരു കാക്കയാണ്. അപ്പൊ ഈ 2 ബേർഡിനെയും നമുക്ക് എങ്ങനെ തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാം നമുക്ക് മനസ്സിലാവണം. നമുക്ക് പെട്ടെന്ന് ദൂരത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇത് കാക്കയാണെന്ന് മനസ്സിലാവും. അതേസമയം നമ്മൾ അതിന്റെ കഴുത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഹൗസ് ക്രോനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കഴുത്തിൽ ഒരു തരത്തിലുള്ള ഒരു ചാര നിറം നമുക്ക് കാണാനായിട്ട് പറ്റും. അതേസമയം
ജംഗിൾ ക്രോനെ നോക്കുന്ന സമയത്താണെങ്കിൽ മുഴുവൻ കറുപ്പ് നിറത്തിലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള സൂക്ഷ്മമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് പറയേണ്ടത്, ഈ ബേർഡ് ഏത് സ്പീഷീസ്, അത് സ്പീഷീസ് ലെവലിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ സൂക്ഷ്മമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നോക്കേണ്ടത്. പെട്ടെന്ന് പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ദൂരെ നിന്നുള്ളൊരു കാക്കയെ നമ്മൾ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതേസമയം നമ്മളൊരു ബൈനോക്കുലറോ ക്യാമറയുടെ ലെൻസോ വെച്ച് നമ്മൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഫ്യൂച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ താഴെയുള്ളത് 2 സ്പീഷീസ് ആണ്. ഒന്ന് ബാണവളാണ്, മറ്റേത് മൂട്ടിലുള്ളവളാണ്. അപ്പോൾ ഈ ഇടതുവശത്ത് കാണുന്നത് വെള്ളിമൂങ്ങയാണ്, വലതുവശത്ത് കാണുന്നത് കാലംകോഴിയാണ്. അപ്പോൾ ഇത് 2 മൂങ്ങകളാണ്. ഈ മൂങ്ങകളുടെ അകത്ത് തന്നെ പലതരത്തിലുള്ള മൂങ്ങകളുണ്ട്. അതിൽ 2 മൂങ്ങകളാണ് ഈ താഴെ കാണുന്ന 2 വെള്ളിമൂങ്ങയും കാലംകോഴിയും എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതില് ഈ 2 സ്പീഷീസിനെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ നേരത്തെ ഞാൻ പറഞ്ഞു ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു ബേർഡിന്റെ മോർഫോളജി എന്ന് പറഞ്ഞത് ബേർഡിന്റെ ഷേപ്പ് ആവാം, അത് ഏത് ആകൃതിയിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ വെള്ളിമൂങ്ങേന്റെ തല നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹാർട്ട് ഷേപ്പ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു എന്താ പറയാ, ലവ് പോലുള്ള ഒരു സിമ്പൽ തലയിൽ കാണാനായിട്ട് പറ്റും. അങ്ങനെയാണ്. അതേസമയം ഈ പറഞ്ഞ കാലംകോഴിയുടെ മുഖം അങ്ങനെയല്ല ഉള്ളത്. അതേപോലെ സൈസ് നോക്കിയാൽ തന്നെ വെള്ളിമൂങ്ങ കുറച്ച് ചെറുതായിരിക്കും, അതേസമയം കാലംകോഴി കുറച്ചുകൂടെ വലുത്. ഫോട്ടോയിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാലംകോഴി കുറച്ച് വലിയ ബേർഡാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിന്റെ ശരീരത്തിലുള്ള കളറായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ കാല്, കൊക്ക്, ഇങ്ങനെയുള്ള പല സാധനങ്ങളെയും വെച്ചുകൊണ്ടാണ് നമ്മൾ അത് ഏതൊക്കെ സ്പീഷീസ് ആണെന്ന് പറയുന്നത്. ഇത് വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന മൂങ്ങകളാണ് 2, വെള്ളിമൂങ്ങയും കാലംകോഴി എടുക്കാൻ കാരണം മനുഷ്യനായിട്ട് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ആളുകൾക്കെല്ലാം അറിയാം ഇതിനെപ്പറ്റി ഒരുപാട് അന്ധവിശ്വാസങ്ങളും കുറെ കെട്ടുകഥകളും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഒരു ബേർഡ്സിന്റെ ഏതൊക്കെ പാർട്സ് ആണ് നമ്മളൊരു ബേർഡിനെ പെട്ടെന്ന് കാണുന്ന സമയത്ത് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ തലയുടെ ഒരു പോർഷനാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് കാണാം ത്രോട്ട്, ബീക്ക്, ഫോർഹെഡ്, ക്രൗൺ, ഐറിസ്, കവേർഡ്സ്, നേപ്പ്. ഇതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഈ പോർഷൻസ് എല്ലാം നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ബേർഡിനെ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ബേർഡിനെ കാണുകയാണ്, അപ്പൊ അതിൽ ഏത് ബേർഡാണ് നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളെന്ത് ഈ ബേർഡ് ഏതാണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ പല ഫീച്ചേഴ്സും നമ്മൾ നോട്ട് ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ ക്രൗണിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ കണ്ണിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ കൊക്കിന്റെ പ്രത്യേകത എന്താണ്, ഇത് നമ്മൾ നോട്ട് ചെയ്തിട്ട് അത് എഴുതി വെച്ചിട്ട് പിന്നീട് നമ്മൾ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തൊക്കെയാണ് അത് ഏത് ബേർഡാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ നമുക്ക് ക്രൗൺ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ക്രൗൺ എന്ന് പറഞ്ഞാൽ തലയുടെ ആ ഒരു മേലത്തെ പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രൗൺ എന്ന് വിളിക്കുന്നത്. അതായത് ഏറ്റവും മേലെയുള്ള ഈ ഒരു ഭാഗം ക്രൗൺ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ക്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മുടെ കിരീടമാണ്, രാജാക്കന്മാരുടെ എല്ലാം തലയിൽ വെക്കുന്ന കിരീടത്തിനെയാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനെ ക്രൗൺ എന്ന് പറയും. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ബേർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ബേർഡിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ബ്ലാക്ക് ക്രൗണ്ട് നൈറ്റ് ഹെറോൺ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആ പേര് എന്തുകൊണ്ടായിരിക്കും അതിന് വന്നത് എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ ഒന്നാമത് നമുക്ക് നൈറ്റ് ഹെറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെറോൺട്രി ബേർഡ്സ്, നമ്മൾ കുക്കുകളെയാണ് സാധാരണ ഹെറോൺട്രി ബേർഡ്സ് എന്ന് വിളിക്കുന്നത്. നൈറ്റ് ഹെറോൺ എന്നതിനെ വിളിക്കാൻ കാരണം അത് എന്താണ്, രാത്രി കാലങ്ങളിൽ ആക്റ്റീവ് ആവുന്ന ഒരു ബേർഡാണ്. സാധാരണ ഭൂരിഭാഗം ബേർഡ്സും നമ്മൾ പകലാണ് ആക്റ്റീവ് ആവുക, രാത്രി കിടന്നുറങ്ങും, പകൽ ഇരതകളും. സമയം നൈറ്റ് ഹെറോണുകൾ അതേപോലെ മൂങ്ങകൾ ഇതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം രാത്രി കാലങ്ങളിൽ ആണ് ഇരതയുടെ ഇറങ്ങുന്നത്, അതുകൊണ്ടാണ് നൈറ്റ് ഹെറോൺ എന്ന് വിളിക്കുന്നത്. അതുപോലെ ഈ ബ്ലാക്ക് ക്രൗൺ എന്ന് വിളിക്കാനുള്ള കാരണം അതിന്റെ ക്രൗൺ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബേർഡിന്റെ ഈ ഒരു പോർഷനാണ് ക്രൗൺ എന്ന് പറയുന്നത്. ഈ ബേർഡിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തലയുടെ മേലെ ഉള്ള ഈ ക്രൗൺ പോർഷൻ എന്ത് ആണ്, ഒരു കറുത്ത നിറത്തിലാണുള്ളത്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്, ബ്ലാക്ക് ക്രൗണ്ട് നൈറ്റ് ഹെറോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബേർഡിന്റെ ക്രൗൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിൽ പെട്ടെന്ന് നമുക്ക് ഒരു ബേർഡിനെ നോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം ഈ ഒരു ബേർഡിന്റെ ക്രൗൺ കറുത്ത നിറത്തിലാണ് എന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ക്രൗൺ കഴിഞ്ഞാൽ നമുക്ക് ഫോർഹെഡ് ഉണ്ട്. അതായത് ഈ കൊക്കും ക്രൗണും അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫോർഹെഡ് എന്ന് വിളിക്കുന്നത്. പല ബേർഡ്സിലും ഫോർഹെഡ് മാത്രമായിട്ട് പല കളറിലായിരിക്കും. ഇപ്പോൾ കോപ്പർ സ്മിത്ത് ബാർബറ്റിന്റെ ഒക്കെ ഫോർഹെഡ് ചുമന്ന കളറിലാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ചിത്രം ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ അതുപോലെ ഇനി യൂസ് ചെയ്യേണ്ട മറ്റൊരു സാധനമാണ് ത്രോട്ട് എന്ന് പറയുന്നത്. ത്രോട്ട് എല്ലാവർക്കും അറിയാം, നമ്മുടെ കഴുത്ത്, നമ്മുടെ തൊണ്ട എന്നൊക്കെ പറയുന്ന ഭാഗം, ഈ ബില്ലിന്റെ നേരെ താഴെയുള്ള ഈ ഒരു പോർഷനെയാണ് നമ്മൾ ത്രോട്ട് എന്ന് വിളിക്കുന്നത്. എല്ലാ ബേർഡ്സിലും മനുഷ്യനിലൊക്കെ നമ്മൾ ആ ഒരു പോർഷൻ തന്നെയാണ് ത്രോട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ത്രോട്ടിന്റെ നിറം എന്താണ്, ത്രോട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതില് ഈ താഴെ വലതുവശത്ത് കാണുന്ന ബേർഡിനൊക്കെ ഫ്ലെയിം ത്രോട്ടഡ് ബുൾബിൾ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതേസമയം താഴെ ഇടതുവശത്തുള്ളത് ഗ്രേ ഹെഡഡ് ബുൾബിളാണ്. ഇത് രണ്ടും ബുൾബിളുകളാണ്. ഓക്കെ,
പക്ഷെ രണ്ടും ഡിഫറെന്റ് സ്പീഷീസ് ആണ്. അത് തമ്മിൽ എന്താണ് വ്യത്യാസം? അതിന്റെ ഈ ഗ്രേ ഹെഡഡ് ബുൾബുളിനെ നോക്കുന്ന സമയത്ത് ഇതിന്റെ തലയുടെ നിറം നോക്കിയേ, ഒരു ചാര നിറാണ്, ഗ്രേ കളറാണ് അത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്, ഗ്രേ ഹെഡഡ് ബുൾബുൾ എന്ന് വിളിക്കുന്നത്. അതേസമയം റൈറ്റ് സൈഡിലുള്ള ഫ്ലെയിം ത്രോട്ടഡ് ബുൾബുളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ത്രോട്ട് നിങ്ങൾ നോക്കിയേ, ത്രോട്ടിൽ ഒരു ഫ്ലെയിമിന്റെ കളറാണുള്ളത്. ഫ്ലെയിം എന്ന് പറയാൻ സാധാരണ നമ്മൾ തീ കത്തിക്കുമ്പോൾ ഒക്കെ ഫ്ലെയിം ഉണ്ടാവില്ലേ, അപ്പോൾ ആ ഒരു ഫ്ലെയിമിന്റെ കളറുള്ളത് കൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്, ഫ്ലെയിം ത്രോട്ടഡ് ബുൾബുൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ ഇതിനെ സാധാരണ മണികണ്ഠൻ എന്നൊക്കെയാണ് പറയുന്നത്. കഴുത്തിന് അത്തരത്തിലുള്ള ഒരു മണി പോലത്തെ സാധനം ഉള്ളതുകൊണ്ടാണ് മണികണ്ഠൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ മലയാളത്തിൽ അങ്ങനെ പല പേരുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോ ത്രോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ പഠിച്ചു, ക്രൗൺ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മൾ നോക്കേണ്ട ഒരു സാധനമാണ് നെയ്പ് എന്ന് പറയുന്നത്. അതാണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. യൂറേഷ്യൻ കൊളേർഡ് ഡവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പക്ഷിയുടെ നെയ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനെ കോളർ ഡവ് എന്നാണ്. നെയ്പ്പിന് വേറൊരു പേര് നമുക്ക് കോളർ എന്ന് പറയാം. നമ്മുടെ ഷർട്ടിന്റെ ഒക്കെ കോളർ വരുന്ന ഒരു പോർഷൻ ഇല്ലേ, അപ്പോ ആ ഒരു പോർഷനിൽ എന്താ പറയാ, ഒരു കറുത്ത കളർ ഉണ്ട്. അപ്പോൾ ഒരു കോളർ ഇതിന് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് യൂറേഷ്യൻ കോളർ ഡവ് എന്ന് വിളിക്കുന്നത്. ഈ യൂറേഷ്യൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിന്റെ പേരാണ്. നമ്മളെ പണ്ടുണ്ടായിരുന്ന ഒരു ഭൂഖണ്ഡം, നമ്മളിപ്പോ ഭൂഖണ്ഡം നമ്മൾ പലതും പഠിച്ചിട്ടില്ല. അപ്പൊ ഏഷ്യയും യൂറോപ്പും കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്തെയാണ് യൂറേഷ്യ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ സ്ഥലങ്ങളുടെ പേരൊക്കെ എന്താ പറയാ ബേർഡ്സിൽ ഉണ്ടാവും കേട്ടോ. നമ്മൾ കുറെ ബേർഡ്സ് ഉണ്ട്. നമ്മളെ മലബാർ പാരക്കീറ്റ്, മലബാർ ഫ്ലെയിം ബാക്ക് എന്നൊക്കെ ഈ മലബാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടുവരുന്നതുകൊണ്ടായിരിക്കണം അങ്ങനെയുള്ള പേര് കൊടുത്തിട്ടുള്ളത്. ഇനി വേറെ എവിടെയെങ്കിലും കണ്ടുവരുന്ന സാധനം ഇപ്പൊ നീലഗിരി എന്നൊക്കെ പേര് നിങ്ങൾ കാണുന്നുണ്ട്, അത് പശ്ചിമഘട്ടം വെസ്റ്റേൺ ഘട്ടത്തിൽ കാണുന്ന സാധനത്തിനാണ് നീലഗിരി. അങ്ങനെ കുറെ പേരുകളുണ്ട്, അങ്ങോട്ടേക്കൊന്നും നോക്കണ്ട. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ബേർഡ്സിൽ എന്ത് കൊടുക്കുന്നത്, നെയിംസ് കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കാം. അതേപോലെ മറ്റൊരു ഭാഗമാണ് ഐറിസ്. ഐറിസ് എന്താ വെച്ചാൽ നമ്മളെ കണ്ണിന്റെ ചുറ്റുമുള്ള ഈ ഒരു പോർഷനാണ് നമ്മൾ ഐറിസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ബില്ല് എല്ലാവർക്കും അറിയാം. ബില്ലിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കൊക്കാണ്. പല ബേർഡ്സിലും പല തരത്തിലാണ് കൊക്ക് ഉണ്ടാകുക. ഇത് ഓൾമോസ്റ്റ് ഒരു സ്പാറോന്റെ കൊക്കാണ് ഈ കാണുന്നത്. ഐറിസ് എന്താന്ന് അറിഞ്ഞു, ബില്ല് എന്താന്ന് മനസ്സിലായി. പിന്നെയുള്ളത് ഇയർ കവേർഡ്സ് ആണ്. ഇയർ കവേർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെവി ഉണ്ട്, ഇന്റേണൽ ഇയർ ആണുള്ളത്. ഇന്റേണൽ ഇയറിന്റെ പുറത്ത് നമുക്ക് ചെവി പുറത്ത് കാണാൻ പറ്റില്ല, എക്സ്റ്റേണൽ ഇയർ ഉണ്ടാവില്ല. അപ്പൊ പുറത്ത് അതിന്റെ തൂവലുകളാണ് കാണാൻ പറ്റുക. അപ്പൊ ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇയർ കവേർഡ്സ് എന്ന് വിളിക്കുന്നത്. ഓരോ ബേർഡ്സിലും ഓരോ കളർ ആയിരിക്കും ഇയർ കവേർഡ്സ് ഉണ്ടാകുന്നത്. അത് ആ തൂവലിനനുസരിച്ചിട്ടാണ് കളർ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ തലയുടെ പോർഷൻ നമ്മൾ നോക്കി. ഇനി അടുത്തത് നോക്കാനുള്ളത് അതിന്റെ ബോഡിയാണ്. ഓക്കെ, ബോഡി നമ്മൾ തല മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. ഒരു ബേർഡിനെ കാണുമ്പോൾ അതിന്റെ ശരീരത്തിന്റെ പ്രത്യേകതകൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഒരു വാബ്ലർ ആണ്. ഓക്കെ, ഗ്രീൻ വാബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ബേർഡാണ്. അതിന്റെ പല പാർട്സും നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വിങ് ബാർ കാണിക്കുന്നത്. വിങ് ബാർ എന്ന് പറഞ്ഞാൽ സാധാരണ ചിറകിന്റെ അവിടെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സ്ട്രൈപ്പുകളെയാണ് നമ്മൾ വിങ് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബേർഡിനെ കാണുമ്പോൾ വിങ് ബാർ ഉണ്ടോ ഇല്ലയോ എന്ന് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. വിങ് ബാറിന്റെ കളർ എന്താണ്, വിങ് ബാർ എത്ര ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇപ്പുറം അതിന്റെ താഴ്ഭാഗത്ത് ഉള്ള ഈ ഒരു പോർഷനെ, അത് നമ്മളെ ത്രോട്ട് പറഞ്ഞു, ത്രോട്ടിന്റെ താഴെയുള്ള ഈ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രസ്റ്റ് നമുക്കിതിൽ റൈറ്റ് സൈഡിൽ മേലെയുള്ള ഈ ഒരു ബേർഡിനെ നോക്കിയാൽ നമുക്ക് അതിന്റെ ബ്രസ്റ്റ് കാണാൻ പറ്റും. ബ്രസ്റ്റ് ഒരു വെള്ള നിറത്തിലാണ് ഇതിനുള്ളത്. അതുകൊണ്ടാണ് അതിന്റെ പേര് എന്ത് വന്നത്, വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർ ഹെൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ കൊളക്കോഴി എന്നൊക്കെ പറയുന്ന ഒരു പക്ഷിയാണ് വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർ ഹെൻ. അപ്പോൾ വെള്ള നിറത്തിലാണ് അതിന്റെ ബ്രസ്റ്റ് ഉള്ളത്, ഒന്ന് ശ്രദ്ധിച്ചേ. ഓക്കെ, അപ്പോ വിങ് ബാർ നോക്കി, ബ്രസ്റ്റ് നോക്കി. ഇനി അടുത്തത് റംബാണ്. റംബ് എന്ന് പറഞ്ഞാൽ നമ്മളെ വാല്, ടെയിലിന്റെ കുറച്ച് മേലോട്ടുള്ള ഈ ഒരു പോർഷനെയാണ് നമ്മൾ റംബ് എന്ന് വിളിക്കുന്നത്. അത് ഓരോ ബേർഡ്സിലും ഓരോ കളറിലായിരിക്കും റംബ് ഉണ്ടാകുന്നത്. അപ്പൊ അത് നോക്കിയിട്ട് അപ്പൊ നമ്മൾ താഴെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ചിത്രം നോക്കുക. വൈറ്റ് റംബഡ് വൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഴുകനാണ്. ആ കഴുകൻ അങ്ങനെയുള്ള പേര് വരാൻ കാരണം അതിന്റെ ആ ഒരു റംബ്, സാധാരണ മുതുക് എന്നെല്ലാം പറഞ്ഞൊരു പോർഷനാണ്. ആ പോർഷനിൽ ഒരു വെള്ള നിറമുണ്ട്. അതുകൊണ്ടാണ് അതിനെ വൈറ്റ് റംബഡ് വൾച്ചർ എന്ന് വിളിക്കുന്നത്. അതേസമയം റൈറ്റ് സൈഡിൽ നോക്കിയത് വേറൊരു വൾച്ചറാണ്. താഴെയുള്ള രണ്ടും വൾച്ചറാണ്, പക്ഷേ ലെഫ്റ്റ് സൈഡിലുള്ളത് വൈറ്റ് റംബഡ് വൾച്ചറാണ്, റൈറ്റ് സൈഡിലുള്ളത് റെഡ് ഹെഡഡ് വൾച്ചറാണ്. ഒന്നുമില്ല, തല എന്താണ് ഒരു റെഡ് കളർ ഉള്ളതുകൊണ്ടാണ് റെഡ് ഹെഡഡ് വൾച്ചർ എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ ഇതിന് കാതിലെ കഴുകെന്നും അതുപോലെ വൈറ്റ് റംബഡ് വൾച്ചറിനെ ചുട്ടിക്കഴുകൻ എന്നൊക്കെ ആണ് വിളിക്കുന്നത്. ഇനി റംബ് കഴിഞ്ഞു. ഇനി നേരെ റംബിന്റെ താഴെയുള്ള ഒരു പോർഷൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെന്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു എന്താ പറയാ വാലിന്റെ അടിഭാഗം, നമ്മൾ ഒരു ബേർഡ് കാഷ്ടിക്കുന്നതും അതുപോലെ അതിന്റെ മുട്ടയിടുന്നതും ഇണചേരുന്നതും ഒക്കെ ഈ ഒരു വെന്റ് എന്ന് പറഞ്ഞ ഒരു പോർഷനിലൂടെയാണ്.
ഓക്കെ, അപ്പൊ ആ ഒരു റീജിയനെയാണ് നമ്മൾ വെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഈ റെഡ് വെന്റഡ് ബുൾബുള്ള് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ റെഡ് കളറിൽ അതിന്റെ വെന്റ് ഉള്ളത് കൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്, റെഡ് വെന്റഡ് ബുൾബുൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെയുള്ളത് ടെയിലാണ്. ടെയിൽ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. സാധാരണ ബേർഡിന്റെ വാല്, പല ബേർഡ്സിലും പല തരത്തിലും പല നിറത്തിലും പല ഷേപ്പിലും ഒക്കെയാണ് വാലുണ്ടാവുക. ചില ഇപ്പോൾ പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഭയങ്കര നീളത്തിലായിരിക്കും അതിന്റെ വാലുണ്ടാവുക. അപ്പോൾ വാലും അത്തരത്തിലുള്ള ഒരു ഫീച്ചറാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ഈ കാണിച്ചിട്ടുള്ള റംബ്, വിങ് ബാർ, ടെയില്, വെന്റ്, ബ്രസ്റ്റ്, അതുപോലെ ഇവിടെയുള്ള ബില്ല്, ക്രൗൺ, ഐറസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു ബേർഡിനെ പുതിയതായിട്ട് കാണുമ്പോൾ അത് ഏത് ബേർഡാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബേർഡ് മുന്നിൽ വന്നാൽ തന്നെ നമ്മൾ എപ്പോൾ തന്നെ പെന്നും പേപ്പറും എടുക്കുക, അതിൽ എഴുതി വെക്കുക അതിന്റെ ക്രൗൺ എന്ന കളറാണ്, ക്രൗൺ ബ്ലാക്ക് ആണ്, അതിന്റെ നെയ്പ്പ് എന്നതാണ്, അതിന്റെ ത്രോട്ടിന് ഇത്ര പച്ച കളറോ ചുവന്ന കളറോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ബേർഡിനെ പറ്റിയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം പിന്നീട് നമുക്കത് ഏത് ബേർഡാണെന്ന് മനസ്സിലാക്കാനും പറ്റും. ചിത്രം നോക്കിയേ, ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മളെ കോമൺ ആയിട്ട് കാണുന്ന ബുൾബുൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് റെഡ് വിസ്കേർഡ് ബുൾബുൾ എന്ന് പറയുന്നത്. അതും ഇതേപോലെ തന്നെ റെഡ് കളറിൽ അതിന്റെ ഫേസിൽ ഇത്തരത്തിലുള്ള ചുമന്ന മാർക്കുകൾ അപ്പുറം ഇപ്പുറം കാണാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ റെഡ് വിസ്കേർഡ് ബുൾബുൾ എന്ന്, വിസ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ രോമം ഇല്ലേ അതിനെയാണ് വിസ്കർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ചിത്രം നിങ്ങൾ പറഞ്ഞ റൈറ്റ് സൈഡിലുള്ള സ്കെയിലി ബ്രസ്റ്റഡ് മുനിയ എന്ന് പറഞ്ഞാൽ നമ്മളെ വയലുകളിലൊക്കെ കാണുന്ന ഒരു ബേർഡാണ്. അതിനെന്തുകൊണ്ടാണ് ആ ഒരു പേര് വന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആരെങ്കിലും പറഞ്ഞേ. മീനിന്റെ സ്കെയിൽസ് പോലത്തെ ബ്രസ്റ്റ്. അടിപൊളി, അത് തന്നെ. നമ്മൾ നേരത്തെ വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർ ഹെന്ന് പറഞ്ഞു, വെള്ള നിറത്തിലുള്ള ബ്രസ്റ്റ് ആണ്. അതേസമയം സ്കെയിലി ബ്രസ്റ്റഡ് മുനിയൊക്കെ എന്താ ഉള്ളത്, സ്കെയിലുകളാണല്ലേ. സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശൽക്കങ്ങളാണ്. നമ്മൾ മീനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ മീനിന്റെ ഒക്കെ എന്താ പറയാ പുറത്ത് കാണുന്ന ഒരു തോലാണ്. നമ്മൾ മീൻ മുറിക്കുമ്പോൾ അത് കളഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അതിന് സ്കെയിലി ബ്രസ്റ്റഡ് മുനിയ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അതുപോലെ താഴെയും അതിന് സമാനമായിട്ടുള്ള ഓറഞ്ച് ബ്രസ്റ്റഡ് ഗ്രീൻ പീജിയൻ. ആലോചിക്കി, ഓറഞ്ച് ബ്രസ്റ്റഡ്, ഓറഞ്ച് കളറിലുള്ള ബ്രസ്റ്റ്, ഓറഞ്ച് ബ്രസ്റ്റഡ് ഗ്രീൻ പീജിയൻ, പച്ച നിറത്തിലുള്ള പ്രാവ്, അങ്ങനെയാണ് ആ ഒരു പേര് വന്നിട്ടുള്ളത്. റൈറ്റിലുള്ള മറ്റേ പ്രാവിന്റെ നോക്കിയ യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയൻ, അതായത് അതിന്റെ കാലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മഞ്ഞ നിറത്തിലുള്ള കാലുള്ള പച്ച നിറത്തിലുള്ള പ്രാവ്, ആ ഒരു അർത്ഥത്തിലാണ് യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ള പേര് അതിന് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ. ബില്ല് ഓർ ബീക്ക് ഒരു സിനോണിമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ശരീരത്തിന്റെയും തലയുടെ ഒക്കെ ഫീച്ചർ നമ്മൾ നോക്കണം എന്ന് പറഞ്ഞാൽ അടുത്തൊരു സാധനമാണ് ബില്ല്. ബില്ലിന്റെ നിറം എന്താണ്, ബില്ലിന്റെ ഷേപ്പ് എന്താണ്, ഇതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ബേർഡിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഈ പറഞ്ഞ നല്ല കട്ടിയുള്ള ബില്ലാണെങ്കിൽ അത് വൾച്ചറിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും റാപ്റ്റേഴ്സിന്റെ ആയിരിക്കും. അതേസമയം ഈ ചെറിയ ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്ന ഒരു നോക്കി ബില്ല് നോക്കി കുഞ്ഞു ബില്ലാണെന്നെങ്കിൽ ഇത് വല്ല ഫിഞ്ചിന്റെയോ സ്പാറോന്റെ ഒക്കെ ബില്ലായിരിക്കും. ഈ താഴെ കാണുന്ന ഒരു ഡക്കിന്റെ ബില്ലാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ബില്ലും ഓരോ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, എല്ലാ ബേർഡ്സിനും ബില്ല് ഒരേപോലെ ആയിരിക്കില്ല, പല പല ഷേപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതില് നോക്കി ലെഫ്റ്റ് സൈഡിൽ മേലുള്ളത് മീൻകൊത്തിയാണ്. മീൻകൊത്തിയുടെ ബില്ല് പോലെയല്ല താഴെ സൺബേർഡിന്റെ ബില്ലുള്ളത്. കാരണം സൺബേർഡിന് ഈ പറഞ്ഞ പൂവിനകത്തേക്ക് കൊക്ക് ഇട്ടിട്ട് തേന് കുടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ വളഞ്ഞിട്ടുള്ള ബില്ല് വേണം. ഈ കോളാമ്പി പോലത്തെ പൂവിനകത്തൊക്കെ തേന് കുടിക്കാൻ വേണ്ടി. അതേസമയം കിങ്ഫിഷറിന്റെ ആണെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ ശക്തിയിൽ ഊളിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബില്ലുള്ളത്. ഇനി വൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം നല്ല കട്ടിയുള്ള ബില്ല് വേണം. അത് ഈ മാംസമൊക്കെ കൊത്തിപ്പറച്ച് കഴിക്കേണ്ടതാണ്. താഴെ കാണുന്ന ഒരു ഓസെറ്റ് എന്ന് പറഞ്ഞൊരു ബേർഡാണ്. അതും ഈ പറഞ്ഞ ചെളിയുടെ ഉള്ളിൽ നിന്നൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ചെറിയ എന്താ പറയാ നമ്മുടെ കക്കേനെ കുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബില്ലുള്ളത്. അപ്പോൾ ഓരോ ബേർഡ്സിനും ഓരോ തരത്തിലാണ് ബില്ലുള്ളത്. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ബില്ലിനെ കുറിച്ച്. ഇതില് ഒക്കെ കാണാൻ പറ്റും. വേഴാമ്പലിന്റെ പോലത്തെ ബില്ലല്ലല്ലോ നമ്മളെ മരംകുത്തിയുള്ളത്. ഇപ്പോൾ മരംകുത്തിയുടെ ബില്ല് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിരിക്കും, അതുപോലെ ഭയങ്കര പവർഫുൾ ആയിരിക്കും. കാരണം വലിയ ഹോളൊക്കെ ഉണ്ടാക്കേണ്ടതാണ് മരത്തിൽ. അപ്പോൾ ഓരോന്നിന്റെയും ബില്ല് നമ്മൾ നോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അത് ഏത് ബേർഡാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബില്ലിന്റെ കളറ്, ബില്ലിന്റെ ഷേപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു ബേർഡിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നോട്ട് ചെയ്യണം. നമ്മൾ ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഇപ്പൊ ഒരു പക്ഷീനെ കണ്ട ബില്ല് ഏത് പോലെയാണ്, സ്പാരോ ലൈക്ക് ബിൽ, അല്ലെങ്കിൽ തത്തയുടെ പോലത്തെ ബില്ല്, അല്ലെങ്കിൽ ഒരു വൾച്ചർ പോലത്തെ ബില്ല്, അല്ലെ മീൻകുത്തിയുടെ പോലെ, ഇങ്ങനെയുള്ള ഒരു ബില്ലാണ്, അങ്ങനെയാണ് എന്ന് നമ്മൾ എഴുതി വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആ ബില്ലിനനുസരിച്ചിട്ട് ഓരോ ബേർഡ്സിനും നിങ്ങൾ പേര് വന്നിട്ട് കാണുന്നില്ലേ. ഇപ്പൊ മേലെ രണ്ട് ബേർഡ് ഉണ്ട്, രണ്ട് ഫ്ലോ പെക്കറാണ്. ഫ്ലോ പെക്കർ വളരെ ചെറിയൊരു ബേർഡാണ്, നമ്മൾ 10 സെന്റിമീറ്റർ താഴെ മാത്രം നീളമുള്ള ബേർഡാണ്. ഇതിന് പെട്ടെന്ന് ദൂരെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഏത് ഫ്ലോർ പെക്കറാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് പറഞ്ഞ പോലെ നല്ല സൂം ചെയ്തിട്ട്
നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലായി. അതിന്റെ ബില്ലിനെ അടിസ്ഥാനമാക്കി നോക്കി ലെഫ്റ്റ് സൈഡിൽ പെയിൽ ബിൽഡ് ഫ്ലവർ പെക്കർ ആണ്, റൈറ്റ് സൈഡിൽ തിക് ബിൽഡ് ഫ്ലവർ പെക്കർ ആണ്. പെയിൽ ബിൽഡ് ഫ്ലവർ പെക്കറിനെ സംബന്ധിച്ചിടത്തോളം പെയിൽ കളറാണ് അല്ലെ, ഒരു പെയിൽ എന്ന് പറഞ്ഞ ഒരു ലൈറ്റ് നിറമാണുള്ളത്. അതേസമയം തിക്ക് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ബില്ലുള്ളതാണ്, ഒരു ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ബില്ലിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് ബേർഡ്സിനെ നമുക്ക് ഇത്തരത്തിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ താഴെ നിങ്ങൾ കാണുന്ന ഒരു ബാബ്ലർ ഉണ്ട്, യെല്ലോ ബിൽഡ് ബാബ്ലർ എന്ന് പറഞ്ഞ ഒരു ബാബ്ലറാണ്, മഞ്ഞ നിറത്തിലുള്ള ബില്ല് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിൽ റൈറ്റ് സൈഡിലുള്ള സ്റ്റോക്ക് ബിൽഡ് കിങ്ഫിഷർ, സ്റ്റോക്കിന്റെ അനുസരിച്ചുള്ള ബില്ലാണ് സ്റ്റോക്ക് ബിൽഡ് കിങ്ഫിഷർ എന്നുള്ളത്. ഇനി ബില്ല് കഴിഞ്ഞു, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഐസ് ആണ്. ബേർഡ്സിന്റെ കണ്ണുകളെ പറ്റി നമ്മൾ നോക്കാനുണ്ട്. ബേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാഴ്ചശക്തിയുള്ളൊരു ജീവിയാണല്ലേ ബേർഡ്സ് എന്ന് പറഞ്ഞാൽ. കാഴ്ചശക്തി ഉണ്ടോ എന്താ എനിക്ക് തോന്നുന്നേ? ഇല്ലേ, ശരിക്കും നമ്മളെക്കാളും കാഴ്ചശക്തി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? നമുക്കാണോ ബേർഡ്സിനാണോ അല്ല ഷാർപ്പായിട്ടുള്ള വിഷൻ ഉണ്ടാകുന്നത്? ബേർഡ്സിന് തന്നെ ആയിരിക്കും അല്ലെ, കാരണം നമ്മൾ ഈ ചിത്രത്തിൽ റാപ്റ്ററിന്റെ ഒക്കെ കണ്ണ് നമുക്ക് കാണാൻ പറ്റും. അതെ അതെ, നമ്മൾ നോക്കിയാൽ കാണാത്ത പല സാധനങ്ങളും ബേർഡ്സ് നോക്കിയാൽ കാണും. ഇപ്പൊ ഈ പരുന്തൊക്കെ നിങ്ങൾ മേലെ നിന്ന് വട്ടമിട്ട് പറക്കുന്നതാണുണ്ട്, ഒരുപാട് മീറ്റർ മേലേന്ന് ഇത്ര ചെറിയ സാധനങ്ങളായി താഴെയായിട്ടുള്ള എലി അതുപോലെ പാമ്പ് ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങളെയൊക്കെ ഫോക്കസ് ചെയ്ത് വന്ന് പിടിച്ച് റാഞ്ചി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്രയും ഷാർപ്പായിട്ടുള്ള കണ്ണുള്ളവർ ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റൂ. ദൂരെയുള്ള മൂങ്ങകളെ നോക്കിക്കഴിഞ്ഞാൽ അതിന് നല്ല രീതിക്കുള്ള നൈറ്റ് വിഷൻ ഉണ്ട്, രാത്രി കാണാനായിട്ട് പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പറ്റുമോ? രാത്രി മൂങ്ങേനെ പോലെ കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ കാലൊക്കെ നല്ല ഷാർപ്പ് വിഷനാണ് ബേർഡ്സിനുള്ളത്. 2 ടൈപ്പ് ഉണ്ട്, മോണോക്കുലർ വിഷൻ അതുപോലെ ബൈനോക്കുലർ വിഷൻ. അതിന് താഴെ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാൻ പറ്റും. മോണോക്കുലർ വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചുറ്റും ഉള്ള ഒരു ഏരിയനെ കാണാൻ പറ്റുന്ന എന്താ പറയുക, വലിയൊരു ഏരിയ നമ്മളെ വിഷന്റെ ഉള്ളിൽ വരും. അതൊരു എക്സാമ്പിൾ ആണ് പ്രാവ് എന്ന് പറഞ്ഞാൽ. പ്രാവുകളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ചുറ്റും ഒരു 360 ഡിഗ്രിയിലൊക്കെയുള്ള കാഴ്ച പ്രാവുകൾക്ക് സാധ്യമാണ്. കാരണം അതിന്റെ ലാറ്ററൽ ആയിട്ട് 2 സൈഡിൽ, വലതും ഇടതും 2 സൈഡിലായിട്ടാണ് കണ്ണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചുറ്റും മുന്നിൽ നടക്കുന്നതും പിറകിൽ നടക്കുന്നതും കാണാൻ ഈ മോണോക്കുലർ വിഷനുള്ള ബേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം പറ്റും. അതേസമയം നമ്മുടെ മൂങ്ങകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബൈനോക്കുലർ വിഷനാണ്. കാരണം നമ്മൾ ബൈനോക്കുലറിന്റെ ഉള്ളിൽ കൂടെ നോക്കുന്ന പോലെ നമുക്ക് സൈഡിലുള്ളൊന്നും കാണാൻ പറ്റില്ല, ഒരൊറ്റ ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട്. അതേസമയം ദൂരെയുള്ള ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് ഷാർപ്പായിട്ട് കാണാൻ പറ്റും. കാരണം അത് ഈ രാത്രി കാലങ്ങളിൽ മൂങ്ങകളെ സംബന്ധിച്ചിടത്തോളം എലീനെയൊക്കെ ഹണ്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് ഭയങ്കര ഷാർപ്പായിട്ടുള്ള വിഷൻ വേണം, ഒരു സ്ഥലത്തേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നോക്കി പിടിക്കാനൊക്കെ ആണ് ഈ ബൈനോക്കുലർ വിഷൻ സഹായിക്കുന്നത്. ഇനി ഓരോ കണ്ണിന് അനുസരിച്ച് താഴെ ഒരു സാധനം നിക്റ്റിക്കേറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അത് എന്താ പറയാ, ഈ വാട്ടർ ബേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പുറത്ത്, കണ്ണിന്റെ പുറത്തൊരു പുറംപാളി ഉണ്ടാവും. അത് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ജീവികൾക്ക് കണ്ണിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളൊരു ലെയറാണ്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അതേസമയം മേലെ നിങ്ങൾക്ക് ആഷിട്രോങ്കോനെ കാണാം. ആഷിട്രോങ്കോന്റെ കണ്ണ് എന്താണ്, റെഡ് കളറാണ്. ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ വേണം നോട്ട് ചെയ്യും. ഇങ്ങനെ ഒരു സാധനത്തെ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങളപ്പോൾ നോട്ട് ചെയ്യണം, കണ്ണ് റെഡ് കളറാണ് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറാണ് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ റൈറ്റ് സൈഡിൽ ഇന്ത്യൻ വൈറ്റ് ഐ എന്നുള്ള പേര് നിങ്ങൾ നോക്കിയാൽ വെള്ള നിറത്തിലുള്ള കണ്ണുള്ളത് കൊണ്ട് ഇന്ത്യൻ വൈറ്റ് ഐ എന്ന് പറഞ്ഞ പേര് തന്നെയാണ്. ശരിക്കും വെള്ള കണ്ണല്ല ശരിക്കും ഉള്ളത്, കണ്ണ് അതിന്റെ ബ്ലാക്ക് കളറാണ് അല്ലെ. സൂക്ഷിച്ച് നോക്കി അതിന്റെ കണ്ണിന്റെ പുറത്തുള്ള ഭാഗത്തിന് എന്താണ് നമ്മൾ പറയുന്നത്, ഐറിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ള നിറത്തിലുള്ള ഐറിസ് ഉള്ളത് കൊണ്ടാണ് അതിനെ വൈറ്റ് ഐ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ചിറകുകൾ. ചിറകിന്റെ കാര്യം പറഞ്ഞു. ചിറക് പറക്കാനാണല്ലേ നമ്മൾ സഹായിക്കുന്നത് ബേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, എല്ലാ ബേർഡ്സും പറക്കുവോ? പറക്കാത്ത ബേർഡ്സ് ഏതൊക്കെയാ? ഓക്കെ അപ്പൊ അത് നോട്ട് ചെയ്യാം. വിങ്സ് ഉണ്ടെങ്കിലും എല്ലാ ബേർഡ്സിനും എന്ത് പറ്റില്ല, പറക്കാനായിട്ട് പറ്റില്ല അല്ലെ. ശരിക്കും വിങ്സിന്റെ സഹായം എന്ന് പറഞ്ഞാൽ ബേർഡ്സിനെ പറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ് അല്ലെ. നമ്മളെ സാധാരണ നമ്മുടെ കൈ, ഇപ്പൊ ബേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം കൈ നമുക്ക് കാണാൻ പറ്റില്ല, കാല് മാത്രമേ ഉണ്ടാവും. പക്ഷെ നമുക്ക് കൈ ഉള്ളത് പോലെ ബേർഡ്സിന്റെ കൈ തന്നെയാണ് ഈ ചിറക് എന്ന് പറഞ്ഞാൽ. വേറെ ഒന്നല്ല, ബേർഡ്സിന്റെ കൈയുടെ പുറത്ത് എന്തുണ്ട്, ഈ ഫെദേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ കൈയാണ് നമ്മളെ ബേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം വിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പ്രൈമറി വിങ്, സെക്കൻഡറി വിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. വിങ്സ് അതിന് പറക്കാൻ ആണ് ബേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന് സഹായിക്കുന്നത്. ഈ
ബേർഡ് ചിറക് താഴേക്ക് അടിക്കുന്ന സമയത്ത് ആ താഴേക്ക് അടിക്കുമ്പോൾ മേലേക്ക് ഒരു ബലം ഉണ്ടാവുകയും ആ ബലമാണ് ഇതിനെ പൊക്കുന്നത്. അതൊക്കെ നിങ്ങൾ ഭാവിയിൽ പഠിക്കും, ന്യൂട്ടൺസ് തേർഡ് ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ബേർഡ്സ് പറക്കുന്നത്. അതിനെ പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല. ഇനി ഫെദേഴ്സ്, എന്താ പറയാ, ആ ചിറക് അല്ലെങ്കിൽ ബേർഡ്സിന്റെ ശരീരത്തിൽ മൊത്തം ബേർഡ്സിനെ കവർ ചെയ്ത് നിൽക്കുന്ന സാധനമാണ് ഈ തൂവലുകൾ എന്ന് പറയുന്നത്. ഈ ഫെദേഴ്സിന്റെ പാർട്സ് ഒക്കെ അതിൽ കാണുന്നുണ്ട്, വെയിന്, ഷാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് ഒക്കെ ഡീറ്റെയിൽ ആയി നോക്കാം. ഈ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഫെദേഴ്സിനെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്ലൈറ്റ് ആണ്, പറക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് തെർമോ റെഗുലേഷൻ, ഈ ടെമ്പറേച്ചറിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ബേർഡ്സിനെ സഹായിക്കുന്നുണ്ട്. പല ബേർഡ്സ് നിങ്ങൾക്ക് അറിയാം വലിയ മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്, ഒരുപാട് ദൂരം മൈഗ്രേറ്റ് ചെയ്യുന്ന ബേർഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടെമ്പറേച്ചറിൽ നിന്ന് വരുന്ന വ്യതിയാനങ്ങളൊക്കെ അതിന് താങ്ങാൻ പറ്റില്ല. ഈ ചിറക്, ഈ തൂവലില്ലാന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ചൂടുള്ള സ്ഥലത്ത് പെട്ടെന്ന് തണുപ്പുള്ള സ്ഥലത്ത്, ഇപ്പൊ എല്ലാ ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും. അതേസമയം അവിടെയൊക്കെ ബേർഡ്സ് പോയി കഴിഞ്ഞാൽ അതിന് സർവൈവ് ചെയ്യാൻ പറ്റും, കാരണം അതിന് ഇത്തരത്തിൽ തൂവലുകളുണ്ട്. അതുപോലെ സ്വിമ്മിങ്ങിന് സഹായിക്കുന്നുണ്ട് ചിറകിന്റെ പ്രൊട്ടക്ഷൻ, ഹൈജീൻ. ഈ പറഞ്ഞ പോലെ ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ള സൂക്ഷ്മാണുക്കളൊക്കെ വന്ന് ശരീരത്തിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി തൂവല് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിന് പറക്കുമ്പോൾ അതിനൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെയുള്ളത് ക്യാമോഫ്ലേജ്. കേട്ടിട്ടുണ്ടാവും. ക്യാമോഫ്ലേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാബിറ്റേറ്റിന് അനുസരിച്ചിട്ട് അഡാപ്റ്റ് ആയിക്കൊണ്ട് ഒളിച്ചിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന, എന്താ പറയാ, ഒരു അതിനാണ് നമ്മൾ ക്യാമോഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പച്ച ഇലയുടെ എന്താ പറയാ, ഇലക്ക് അനുസരിച്ച് ഇപ്പൊ പച്ച നിറത്തിലുള്ള ഒരു ബേർഡ് ആണെങ്കിൽ ഒരു പച്ച മരത്തിന്റെ മുന്നിൽ ഒളിച്ചിരിക്കുക. അത് തന്നെ, അതിന്റെ പ്രിഡാറ്റേഴ്സിന്റെ മുന്നിൽ നിന്നൊക്കെ അതിന് ഒളിച്ചിരിക്കാൻ പറ്റും. ഇപ്പൊ മരത്തിന്റെ ഉള്ളിൽ, പച്ച മരത്തിന്റെ ഉള്ളിൽ ഒരു പച്ച നിറത്തിലുള്ള പക്ഷി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കി അതിനെ കാണാനായിട്ട് പറ്റില്ല. അതേസമയം ഈ ഉണങ്ങിയ പുല്ലിന്റെ ഇടയിൽ ഒരു ബ്രൗൺ കളറിലുള്ള ബേർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതിന് സഹായിക്കുന്ന ഒരു അഡാപ്റ്റേഷൻ ആണ് ക്യാമോഫ്ലേഷൻ എന്ന് പറയുന്നത്. അതിന് ഈ പറഞ്ഞ പോലെ തൂവലുകളാണ് അതിന് അത്തരത്തിലുള്ള കളർ കൊടുക്കുന്നത്. അതിന്റെ തൂവലിന്റെ നിറത്തിനനുസരിച്ചിട്ടാണ് അതിന്റെ ബേർഡിന് നിറം ഉണ്ടാകുന്നത്. ഓക്കെ, ബേർഡിന്റെ നിറം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫെദേഴ്സിന്റെ നിറം. പിന്നുള്ളത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം ബേർഡ്സ് കാണാൻ ചേരുന്നതൊക്കെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. അപ്പോൾ അതിനൊക്കെ ഈ പറഞ്ഞ കളറേഷൻ, തൂവലിന്റെ പ്രത്യേകതകൾ സഹായിക്കുന്നുണ്ട്. ഇതിൽ എനിക്ക് മേലെ ടൈപ്സ് ഓഫ് ഫെദേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ശരീരത്തിൽ ഓരോ പാർട്സിലുള്ള ഫെദേഴ്സ് ഓരോ രീതിക്കാണ് ഉണ്ടാകുന്നത്. അതുപോലെ താഴെ 2 ബേർഡിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഏതാന്ന് പറയോ? ഏതൊക്കെയാണ് താഴെ കാണുന്ന 2 ബേർഡ്സ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഗ്രേറ്റ് വൈറ്റ് എഗ്രറ്റ്. ഗ്രേറ്റ് വൈറ്റ് എഗ്രറ്റ്. വേറെ ഏതെങ്കിലും ഉണ്ടോ? കാറ്റൽ എഗ്രറ്റ്. കാറ്റൽ എഗ്രറ്റ്. ഓക്കെ. അപ്പോ മറ്റേ ബേർഡോ? ഏതാണ് കാറ്റൽ എഗ്രറ്റ്? സെക്കൻഡ് പറഞ്ഞ റൈറ്റിലുള്ളതാ? ലെഫ്റ്റിലുള്ള ഏതാ? ഗ്രേറ്റ് വൈറ്റ് എഗ്രറ്റ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഓൾമോസ്റ്റ് ശരിയാണ്. പക്ഷെ ഈ താഴെയുള്ള 2 ബേർഡ്സും കാറ്റൽ എഗ്രറ്റ് തന്നെയാണ് കേട്ടോ. രണ്ടും ഒരേ ബേർഡാണ്, പക്ഷെ രണ്ടിനും 2 കളറാണ്. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേർഡ്സ് സ്ഥിരം അതിന്റെ തൂവൽ എന്ത് ചെയ്യുന്നുണ്ട്, പൊഴിച്ച് കളയുന്നുണ്ട്, ഇത് ഷെഡ് ചെയ്യുന്നുണ്ട്. അതിന് എക്ഡസിസ്, അതുപോലെ മോൾട്ടിങ് എന്നൊക്കെയാണ് പറയുക. ബേർഡ്സ് മാത്രമല്ല, എല്ലാ ജീവികളിലും ഈ ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. ഈവൻ നമ്മളെ മനുഷ്യന്റെ ശരീരത്തിൽ പോലും നമ്മുടെ മനുഷ്യന്റെ പുറത്തുള്ള തൊലിയില്ലേ, സ്കിന്ന്, അത് കാലക്രമേണ മെല്ലെ മെല്ലെ ഇളകി പോകുന്നുണ്ട്. നമ്മളത് കാണായിട്ടാണ് നമ്മൾ കുളിക്കുമ്പോൾ എല്ലാം ആ സാധനം ഇങ്ങനെ പോകുന്നുണ്ട്. അതിന് കാരണം നമ്മളെ മസിൽ വളരുന്നതിനനുസരിച്ചിട്ട് സ്കിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ, സ്കിന്ന് പോയി പുതിയ സ്കിന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോത്ത് നേരാവണ്ണം നടക്കില്ല. അപ്പൊ നല്ല രീതിയിൽ ഡെവലപ്മെന്റ്, ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എല്ലാ ജീവികളും. ഇപ്പൊ നിങ്ങൾ പാമ്പുകളിലെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ പാമ്പ് സ്കിന്ന് ഷെഡ് ചെയ്തിട്ട് അങ്ങനെ തന്നെ അപ്പാടെ കാണാൻ പറ്റും പാമ്പിന്റെ തോലിനെ. അതേപോലെ പല്ലി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതേപോലെ തന്നെ ബേർഡ്സും പതിയെ അതിന്റെ കളയുന്നുണ്ട്. അപ്പൊ ഇതിലുള്ളത്, ലെഫ്റ്റ് സൈഡിലുള്ളത് അതിന്റെ നോൺ ബ്രീഡിംഗ് പ്ലൂമേജ് ആണ്. അതേസമയം റൈറ്റ് സൈഡിലുള്ളത് ബ്രീഡിംഗ് ടൈമിലുള്ള അതിന്റെ കളറാണ്. അപ്പൊ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ബ്രീഡിംഗ് സമയം ആകുമ്പോഴേക്കും ഈ തൂവലുകളൊക്കെ പൊഴിച്ച് കളഞ്ഞിട്ട് പുതിയ തൂവലുകൾ വരാൻ തുടങ്ങും. അപ്പൊ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മേറ്റിനെ നല്ല രീതിക്ക് അട്രാക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പൊഴിഞ്ഞു പോകുന്ന തൂവലിന്റെ അതേ നിറത്തിലുള്ള തൂവലായിരിക്കില്ല രണ്ടാമത് വരുന്നത്. അപ്പൊ ഈ സീസൺ അനുസരിച്ചിട്ട് ഈ പൊഴിഞ്ഞു പോകുന്നതും വീണ്ടും വളർന്നു വരുന്നതും ആയിട്ടുള്ള തൂവലുകളുടെ നിറത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു ബേർഡ് എപ്പോഴും ഒരേ നിറത്തിൽ ഉണ്ടായിരിക്കില്ല. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം. എല്ലാ ബേർഡ്സും അങ്ങനെയല്ല. ചില ബേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം ചില സീസൺ അനുസരിച്ചിട്ട് അതിന്റെ നിറം മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ. അതേപോലെ ചില ബേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഗ്രോത്തിനനുസരിച്ചായിരിക്കും. ചെറുതാകുമ്പോൾ, ജുവനയിലാകുമ്പോൾ അത് ഒരു കളറായിരിക്കും.
അതേസമയം അത് അഡൽട്ട് സ്റ്റേജിലേക്ക് വരുമ്പോൾ വേറെ കളറായിരിക്കും. അങ്ങനെ കുഞ്ഞിനും തള്ളക്കും വേറെ വേറെ കളറായിരിക്കും. ഇനി ചില ബേർഡ്സിലാണെങ്കിൽ ആണും പെണ്ണും വേറെ വേറെ കളറായിരിക്കും. ഇങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള എന്താ പറയുക കളർ. കുയിലിനെ പോലെ. കുയിലിന്റെ ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലാക്ക് കളറാണ്, ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം വേറെ കളർ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബേർഡ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫെദേഴ്സ് പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ടെയിലാണ്. ടെയില് പല തരത്തിലുള്ള ടെയിലുണ്ട്. നമുക്ക് വാലിന്റെ ഷേപ്പ് നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ബേർഡിനെ കാണുമ്പോൾ അത് സ്ക്വയർഡ് ആണോ, അല്ലെ ഫോർക്ഡ് ആണോ, റൗണ്ടഡ് ആണോ, ഇങ്ങനെ പലതരത്തിലുള്ള ഷേപ്പ് ഉണ്ട്. ഈ വാല് പ്രധാനമായിട്ടും ബേർഡ്സിന് ഫ്ലൈറ്റിന് സഹായിക്കുന്ന ഒരു സാധനമാണ്. അത് ബാലൻസ് ചെയ്യാനും അതുപോലെ അതിന്റെ ഡയറക്ഷൻ മാറ്റി ഇപ്പൊ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ നീങ്ങുന്നത് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് അതിന്റെ വാലാണ്. ഇപ്പൊ വാലില്ലാന്നുണ്ടെങ്കിൽ നേരാവണ്ണം പറക്കാൻ ബേർഡ്സിനെ കൊണ്ട് പറ്റില്ല. ഈ മേലെയുള്ള ബീറ്ററിന്റെ ചിത്രമാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. ബീറ്റർ, അതുപോലെ റൈറ്റ് സൈഡിൽ സ്വിഫ്റ്റുകളുണ്ട്, ആൽപൈൻ സ്വിഫ്റ്റും, അതുപോലെ താഴെ വാറ്റേറ്റ് സ്വാല എന്നുള്ള ഒരു ബേർഡാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഓരോന്നിന്റെ വാല് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ബേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്പീഡിൽ പറക്കുന്ന ബേർഡ്സ് ആണ് ഈ സ്വിഫ്റ്റുകൾ എന്ന് പറയുന്നത്. അതേപോലെ അത് എയറിൽ നിന്ന് തന്നെ ഹണ്ട് ചെയ്യും. അതിന്റെ തുമ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എയറിൽ നിന്ന് തന്നെ പിടിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അത് നല്ല രീതിക്ക് ഒരു ബാലൻസ് വേണ്ടതായിട്ടുണ്ട്. അതിന് സഹായിക്കുന്നതാണ് അതിന്റെ വാലുകൾ. എല്ലാ ബേർഡ്സിന്റെയും വാല് ഒരേപോലെ അല്ല. ഇപ്പൊ ഈ താഴെയുള്ള വയർടൈൽഡ് വാല എന്നുള്ള ഒരു ബേർഡിനെ സംബന്ധിച്ചിടത്തോളം വാല് നിങ്ങൾക്ക് നോക്കാം, നല്ല നീളത്തിൽ വയറ് പോലെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് അതിന്റെ വയർടൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് വന്നിട്ടുള്ളത്. അതുപോലെ മേലെയുള്ള ബീറ്റർ നിങ്ങൾ നോക്കി, ബീറ്ററിന്റെ വാല് നീല നിറത്തിലാണ്, അതുകൊണ്ട് തന്നെ ബ്ലൂ ടൈൽഡ് ബീറ്റർ എന്ന് വിളിക്കും. ഇനി താഴെയുള്ള ഒരു ഡ്രോങ്ക് ആണ്, അല്ലെ ഫോർക്ക് ടൈൽഡ് ഡ്രോങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. ഫോർക്ക് ഷേപ്പിലാണ് അതിന്റെ വാലുള്ളത്. നോക്കി, തരത്തിൽ ഫോർക്ക്ഡ് ആയിട്ടുള്ളൊരു ടെയിലാണ് അതിനുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പേര് വന്നിട്ടുള്ളത്. ടെയിലിനനുസരിച്ചും ബേർഡ്സിന് പേര് കൊടുക്കും. ടെയിലിന്റെ കളർ, ടെയിലിന്റെ ഷേപ്പ്, ഇതിനൊക്കെ അനുസരിച്ചിട്ട്. ഓക്കെ, ഇതിൽ നോക്കിയേ മൂന്നും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബ്ലാക്ക് കൈറ്റ് ആണ്, നടുക്ക് കാണുന്നത് ബ്രാഹ്മണി കൈറ്റ് ആണ്, ഇപ്പോൾ ഉള്ളത് വൾച്ചറാണ്. അപ്പൊ ഇതിൽ എല്ലാത്തിന്റെയും വാല് ഒരുപോലെ അല്ല ഉള്ളത്. ഇപ്പൊ കൈറ്റ് നോക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് കൈറ്റിന്റെ വാല് നോക്കി നിങ്ങൾ എന്തുപോലെയുള്ളത് ഷേപ്പ് ഏകദേശം ഫോർക്കഡിനേക്കാൾ എനിക്ക് തോന്നുന്നത് ക്ലഫ്റ്റ് ആയിരിക്കും അല്ലെ, ക്ലഫ്റ്റ് പോലെയല്ലേ. അപ്പൊ ആ ഒരു ഷേപ്പിലുണ്ട്. അതേസമയം ബ്രാഹ്മണീനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല. അങ്ങനെ ഓരോ ബേർഡ്സിലും ഓരോ തരത്തിലാണ് വാലിന്റെ ഷേപ്പ് ഉണ്ടാകുന്നത്. ഓക്കെ, അതൊക്കെ അതിന്റെ ഫ്ലൈറ്റിനനുസരിച്ചിട്ട് അത് മാറും, ഫ്ലൈറ്റിനെ സഹായിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ബ്രാഹ്മണി കൈറ്റിനെയും ബ്ലാക്ക് കൈറ്റിനെയും കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം അത് വാല് ഈ പറഞ്ഞ പോലെ ഒരു ഈ ഒരു ഷേപ്പിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം അത് ബ്ലാക്ക് കൈറ്റ് ആണെന്നുള്ളത്. ഇനി അടുത്ത നമ്മൾ നോക്കാനുള്ളത് ഇതിന്റെ കാലുകളാണല്ലേ. പല ബേർഡ്സിലും പല തരത്തിലാണ് കാലുണ്ടാവുക. ചിലതിന് ചെറിയ കാലായിരിക്കും, നമുക്ക് പെട്ടെന്ന് കാണാൻ പോലും പറ്റാത്ത കാല് മുതൽ ചിലതിന് നല്ല ഹൈറ്റുള്ള കാലുകളുണ്ട്. പല നമ്മൾ ഒട്ടകപ്പക്ഷികളുടെ ഒക്കെ കാണുന്നില്ല, നമ്മുടെ ആ ഒരു ഹൈറ്റിൽ ഉള്ള ബേർഡാണ്. അപ്പോൾ അതിന്റെ കാലൊക്കെ നല്ല വലുതായിരിക്കും, നല്ല സ്ട്രോങ് ആയിരിക്കും. ഇപ്പൊ കാലിന്റെ ഓരോ പാർട്സ് ആണ് ഈ തൈ എന്ന് പറഞ്ഞാൽ തുടയാണ്. അതുപോലെ സാധാരണ ടിബിയ വരുന്നുണ്ട്, പിന്നെ മുട്ട് നീസ് വരുന്നുണ്ട്, ടാർസസ്, അതുപോലെ ക്ലോസ്, താഴെയുള്ള സാധനത്തെയാണ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഈ എന്താ പറയാ, നമ്മുടെ കൈപ്പത്തി എന്നൊക്കെ പറഞ്ഞില്ലേ, കൈപ്പത്തി എന്നൊക്കെ പറഞ്ഞ സാധനത്തിനെയാണ് നമ്മൾ എന്താ പറയാ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈപ്പത്തിയെയും കാലിനെയും ഈ പറഞ്ഞ ഈ ടാർസസിനെയും ഇതിനെയും കൂടെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സാധനത്തിനെയാണ് എന്ത് പറയുന്നത്, ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഇത് നോട്ട് ചെയ്താൽ മതി. അതുപോലെ ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗേഴ്സ്, നമ്മൾ കൈക്ക് ഫിംഗേഴ്സ് എന്ന് പറഞ്ഞ കാലിന് നമ്മളും ടോസ് തന്നെയാണ് പറഞ്ഞത്, ഔട്ടർ ടോ, ഇന്നർ ടോ. അതുപോലെ ഫ്രണ്ടിൽ ടോ ഉണ്ടാവും, ചിലതിന് ബാക്കിൽ ടോ ഉണ്ടാവും. അങ്ങനെ പല തരത്തിലാണുള്ളത്. അതുപോലെ ഇതിന്റെ പുറത്തും ക്ലോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി അത് പല ടൈപ്പിൽ, പല ബേർഡ്സിലും പല തരത്തിലാണ് ഈ ഫൂട്ട് ഉണ്ടാകുന്നത്. നമുക്ക് ഫൂട്ടിന്റെ ടൈപ്സ് നമുക്കൊന്ന് നോക്കാം. അത് റണ്ണിങ് ഫൂട്ടാണ്. നമ്മൾ ഒട്ടകപ്പക്ഷി, എമു, ഇങ്ങനെയുള്ള ബേർഡ്സിലൊക്കെ നല്ല സ്പീഡിൽ ഓടുന്ന ബേർഡാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ളത് റണ്ണിങ് ഫൂട്ടാണ്. നല്ല കാണാൻ പറ്റും, നല്ല കട്ടിയുള്ള നല്ല തടിയുള്ള കാലുകളാണ്. അത് മാത്രമല്ല വേറൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്താൽ മനസ്സിലാവും, ഇതിന്റെ ടോസ് ഫ്രണ്ടിൽ 3 ടോസ് ഉണ്ട്, അതിന്റെ ബാക്കിൽ എന്തില്ല, ടോസ് ഇല്ല. ഈ നന്നായിട്ട് ഓടേണ്ട സാധനങ്ങൾക്കൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ മാത്രമാണ് ടോസ് ഉണ്ടാവുക. അതേസമയം നിങ്ങൾ ഇതിനെ നോക്കിയേ, ക്ലൈംബിംഗ് ഫൂട്ട് നോക്കിയേ. ക്ലൈംബിംഗ് ഫൂട്ട് എന്ന് പറഞ്ഞാൽ ഈ മരത്തിന്റെ ഇപ്പൊ ബ്രാഞ്ചസ് ഇല്ലാത്ത മരങ്ങൾ ഉണ്ടാവും. ബ്രാഞ്ചസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഇതിനെ പോലുള്ള സാധനം ഇങ്ങനെ ചെരിഞ്ഞിട്ടും അതുപോലെ തലകുത്തനെയൊക്കെ നിൽക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഈ നട്ടാച്ച് അങ്ങനെയുള്ള ബേർഡ്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും, അധികം തലകുത്തനെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സാധനത്തിന് ഇത്തരത്തിലുള്ള ഫൂട്ടാണ് ഉണ്ടാവും. ഈ
ഒട്ടകപക്ഷീനെ പോലുള്ള ഫൂട്ട് ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് മരത്തിൽ അതേപോലെ നിൽക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫൂട്ട് നിങ്ങൾ നോക്കിയേ 3 ടോസ് ഫ്രണ്ടിലേക്കും 1 ടോ ബാക്കിലേക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കാലുള്ള ജീവികൾക്ക് ആണ് ഇത്തരത്തിൽ ഇപ്പൊ മരംകൊത്തീനെ പോലുള്ള സാധനങ്ങൾക്ക് ഇങ്ങനെ സൈഡിൽ അതിന് ബ്രാഞ്ച് ഇല്ലാതെ തന്നെ മരം കയറാൻ പറ്റും. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാസ്പിംഗ് ഫൂട്ട് ഉണ്ട്, സ്ക്രാച്ചിങ് ഫൂട്ട് ഉണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം, റാപ്റ്റേഴ്സിനുള്ളത് ഗ്രാസ്പിംഗ് ഫൂട്ടാണ്, അതേസമയം ഇതിനുള്ളത് സ്ക്രാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ മാന്തുക എന്നുള്ളതാണ് അർത്ഥം കോഴികളെ സംബന്ധിച്ചിടത്തോളം. അത് എന്തുകൊണ്ടായിരിക്കും രണ്ടിനും അത്തരത്തിലുള്ള ഫൂട്ടുള്ളത് ആലോചിച്ച് നോക്കി. പരുന്തി ഇരവിടിയൻ പക്ഷിയാണ്, അതോടാണ്. ഇരവിടിയൻ പക്ഷിയാണല്ലേ, പെട്ടെന്ന് പരുന്തിനെ ഇരയെ കൊളുത്തിപ്പിടിക്കാൻ. അത് തന്നെ, ഇരയെ പെട്ടെന്ന് കൊളത്തി പിടിച്ചുകൊണ്ട് പറന്നു പോകണം അല്ലെ. നമ്മള് മീൻകൊത്തിയൊക്കെ കൊക്ക് വെച്ചിട്ട് നേരെ വെള്ളത്തിൽ വന്നിട്ട് അടിയിൽ നിന്ന് മീനിനെ എടുത്തോണ്ട് പോയത്. അതേപോലെ എല്ലാ പരുന്തുകൾ പിടിക്കുന്ന വെച്ചാൽ അതിന്റെ കാല് കൊണ്ട് ഇങ്ങനെ എടുത്ത് പറന്നു പോവുക ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് ലോക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ തരത്തിലുള്ളൊരു ഒരു അഡാപ്റ്റേഷൻ ആണ് ഈ പരുന്തുകളുടെ കാലിനെ സംബന്ധിച്ചിടത്തോളം. അതേസമയം കോഴിയുടെ കാല് നോക്കി, അതിന് കോഴിയുടെ ഇതെന്താ, പരുന്ത് കഴിക്കുന്ന സാധനമല്ല കോഴി കഴിക്കുക. കോഴി കഴിക്കുന്ന ചെറിയ മണ്ണിരേനെയും അങ്ങനെയുള്ള ജീവികളെയൊക്കെയാണ് കോഴി കഴിക്കുക. അപ്പൊ മണ്ണിനടിയിലുള്ള ജീവികളെ കഴിക്കേണ്ടതുകൊണ്ട് തന്നെ അതിന് സ്ക്രാച്ചിങ് കൂട്ടാണുള്ളത്. മണ്ണ് മാന്തി സ്ക്രാച്ച് ചെയ്ത് അടിയിലുള്ള സാധനങ്ങളൊക്കെ കുത്തിയെടുത്ത് കഴിക്കാൻ പറ്റണം. അപ്പൊ നോക്കിയേ, പേർച്ചിങ് ഫൂട്ട്. പേർച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഇരിക്കുന്നതിനെയാണ് സാധാരണ പേർച്ചിങ് എന്ന് പറയുന്നത്. ഒരു മരക്കൊമ്പിൽ ഈ ബീറ്റേഴ്സ് ഒക്കെ എനിക്ക് ഇരിക്കുന്നതാണ്, വലിയ വയറിന്റെ. ഇതിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഈ വയറിന്റെ ഒക്കെ മേലെയൊക്കെ പേർച്ച് ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിക്ക് ബാലൻസ് ആവേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് ഇത്തരത്തിലുള്ള പേർച്ചിങ് ഫൂട്ട് ബീറ്ററിനെ സംബന്ധിച്ചിടത്തോളം. സമയം റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും താറാവുകൾക്കുള്ള സ്വിമ്മിംഗ് ഫൂട്ടാണ് അല്ലെ. ഇപ്പൊ ഈ സ്വിമ്മിംഗ് ഫൂട്ട് ഇത്തരത്തിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ആ താറാവുകൾ വെള്ളത്തിലടിയിലേക്ക് മുങ്ങിപ്പോകുന്നതായിട്ടിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ് ഈ സ്വിമ്മിംഗ് ഫൂട്ടുകൾ എന്ന് പറയുന്നത്. ഇനി ഫൂട്ടിനെ അനുസരിച്ചുകൊണ്ട് ഫൂട്ടിനെ അനുസരിച്ചുകൊണ്ട് എന്താ പറയാ, നമുക്ക് ബേർഡ്സിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ഇത് രണ്ടും ഫ്ലൈ ക്യാച്ചേഴ്സ് ആണ് അല്ലെ. ലെഫ്റ്റ് സൈഡിലുള്ളത് ഏഷ്യൻ ബ്രൗൺ ഫ്ലൈ ക്യാച്ചർ ആണ്, റൈറ്റ് സൈഡിലുള്ളത് ബ്രൗൺ ബ്രസ്റ്റഡ് ഫ്ലൈ ക്യാച്ചർ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അതിന്റെ കാല് എന്ന് പറയുന്നത്. ഏഷ്യൻ ബ്രൗൺ ഫ്ലൈ ക്യാച്ചറിന്റെ കാല് കറുത്ത നിറത്തിലായിരിക്കും, അതേസമയം ബ്രൗൺ ബ്രസ്റ്റഡ് ഫ്ലൈ ക്യാച്ചറിന്റെ ഒരു പെയില് ഒരു മഞ്ഞ നിറത്തിലാണ്. അപ്പൊ ഇതിനെ അല്ലാതെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. രണ്ടും ഓൾമോസ്റ്റ് ഏകദേശം കാണാൻ സിമിലർ ആയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടെക്നിക്കാണ് അതിന്റെ കാലിന്റെ നിറം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ബേർഡ്സിനെ ഉണ്ട്, നമുക്ക് ചിലപ്പോൾ കാല് നോക്കിയിട്ടും കൊക്കിന്റെ നിറം നോക്കിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കുറച്ച് ചിത്രം കാണിച്ചാൽ ഇതിന്റെ പേര് അറിയുന്ന ആൾക്കാർ പറയണ്ട, ആക്ച്വലി ഏത് ബേർഡാന്ന് അറിയുന്ന ആൾക്കാർ പറയണ്ട. ബേർഡ് ഏതാന്ന് അറിയാത്ത ആൾക്കാർ നിങ്ങളൊരു ഈ ബേർഡ്സിനല്ല. ഇതിൽ നിങ്ങൾ ഈ ഇടതുവശത്ത് താഴെ കാണുന്ന ഒരു ത്രഷാണ്, ആ സമയം ബാക്കി 3 എണ്ണവും ബുൾബുളുകളാണ്. സോറി, താഴെയുള്ള ഒരു ബാബ്ലറാണ്. ഇപ്പോ മേലെ കാണുന്ന 2 എണ്ണം ബുൾബുളാണ്. അതിന് നിങ്ങൾ പേര് കൊടുക്കുക 2 ബുൾബുളിനും. ആദ്യത്തേത് യെല്ലോ ത്രോട്ടഡ് ബുൾബുൾ. അറിയുന്നതാണോ പറയണ്ടേ? അറിയുന്നല്ല. ഓക്കെ, പറഞ്ഞു. രണ്ടാമത്തേത് വൈറ്റ് വിസ്കേർഡ് ബുൾബുൾ. ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയണ്ട? യെല്ലോ ത്രോട്ടഡ് ബുൾബുൾ എന്ന് പറഞ്ഞ് കേൾക്കുന്നില്ല. വൈറ്റ് ത്രോട്ടഡ് ലാസ്റ്റ് സാധനത്തിന് എന്താണ് വിളിക്കുന്നത്? ലാസ്റ്റ് ബാബ്ലർ ആണ്, ബാബ്ലർ. വൈറ്റ് ത്രോട്ടഡ് അതാ ഉദ്ദേശിച്ചല്ലേ? ഓക്കെ. ഇനി ആ ത്രഷിന് ഒരു പേര് കൊടുത്തേ. ഓറഞ്ച് ഹെഡഡ് ത്രഷ്. വേറെ എന്തെങ്കിലും പേരുണ്ടോ? ഓറഞ്ച് ബ്രസ്റ്റഡ് ത്രഷ്. ഓക്കെ, വേറെ ബ്ലൂ വിങ് ത്രഷ്. ആർക്കെങ്കിലും വേറെ ബേർഡ്സിന് പേര് കൊടുക്കാനുണ്ടോ? എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് എന്നുള്ള സാധനം മനസ്സിലായില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനം എല്ലാം ശരിയല്ല. ഒന്നാമത്തെ യെല്ലോ ത്രോട്ടഡ് ബുൾബുൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ശരിയാണ്, യെല്ലോ ത്രോട്ടഡ് ബുൾബുൾ തന്നെയാണ്. കാരണം അതിന്റെ ത്രോട്ട് മഞ്ഞ നിറത്തിലാണ്. ആക്ച്വലി ത്രോട്ട് മാത്രമല്ല, തല മൊത്തം മഞ്ഞ നിറത്തിലുള്ള അല്ലേ. വേണമെങ്കിൽ അതിന് യെല്ലോ ഹെഡഡ് ബുൾബുൾ എന്ന് വിളിക്കാം. പക്ഷെ അതിന് പേര് കൊടുത്തിട്ടുള്ളത് യെല്ലോ ത്രോട്ടഡ് ബുൾബുൾ എന്നാണ്. അതിന്റെ ഒരു തൊണ്ട മഞ്ഞ നിറത്തിൽ കാണാൻ പറ്റും. അതേസമയം റൈറ്റ് സൈഡിലുള്ള ബുൾബുൾ, മേലെയുള്ളത് വൈറ്റ് ഹെഡ് ബുൾബുൾ എന്നറിയപ്പെടുന്ന വെള്ള നിറത്തിലുള്ള ചെവി. ചെവിയുടെ ഭാഗത്ത് എന്തുണ്ട്? വെള്ള നിറമുണ്ട്. അതുകൊണ്ട് അതിനെന്ത് പേര്? വൈറ്റ് ഹെഡ് ബുൾബുൾ എന്ന പേര്. ഇനി താഴെയുള്ള ത്രഷ് ഓറഞ്ച് ഹെഡഡ് ത്രഷ്. അത് ഒരാൾ പറഞ്ഞു, ശരിയാണ്. ഓറഞ്ച് നിറത്തിലുള്ള തലയുള്ളതുകൊണ്ട് ഓറഞ്ച് ഹെഡഡ് ത്രഷ് എന്ന് പറഞ്ഞ്. അതേസമയം ഏറ്റവും ലാസ്റ്റ് ഉള്ളത് അതിനെ ഡാർക്ക് ഫ്രണ്ടഡ് ബാബ്ലർ എന്നാണ് വിളിക്കുക.
അതായത് അതിന്റെ ഫ്രണ്ട് പോർഷൻ, ഫ്രണ്ട് മുൻഭാഗം തലഭാഗത്ത് ഡാർക്ക് കളർ ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്, ഡാർക്ക് ഫ്രണ്ടഡ് ബാബ്ലർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് മനസ്സിലായി ഒന്നല്ല എങ്ങനെയാണ് ബേർഡ്സിന് പേര് കൊടുക്കുക എന്നുള്ളത്. എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല കേട്ടോ. എല്ലാ ബേർഡ്സിലും അതിന്റെ ബോഡീന്റെ കളർ അനുസരിച്ചോ അതനുസരിച്ച് മാത്രമാണ് പേര് കൊടുക്കുന്നതെന്ന് വിചാരിക്കരുത്. ഒരുപാട് ബേർഡ്സിന് വേറെ പല ഫീച്ചേഴ്സ് ഉണ്ട്. ചിലപ്പോൾ അതിനെ കാണുന്ന സ്ഥലത്തെ അനുസരിച്ചായിരിക്കും, ചിലപ്പോൾ അതിന്റെ കോൾ അനുസരിച്ചിട്ട് സൗണ്ടിനനുസരിച്ച് പേര് കൊടുക്കുന്ന ബേർഡ്സ് ഒക്കെ ഉണ്ട്. നമ്മളെ മറ്റേ ടിക്കൽസ് ബ്ലൂ ഫ്ലൈ ക്യാച്ചർ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇങ്ങനെ പല രീതിക്കും പേര് കൊടുക്കുന്നതായിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, വേറെ ഏതെങ്കിലും ആൾക്കാരോടുള്ള ഇതിന്റെ അനുസരിച്ചിട്ട് നമ്മൾ പേര് കൊടുക്കും. ചില സയന്റിസ്റ്റുമാർക്കൊക്കെയുള്ള ആരാധനാപൂർവ്വം നമ്മൾ ബേർഡ്സിന് ആ സയന്റിസ്റ്റിന്റെ പേര് കൊടുക്കും. അങ്ങനെ പല രീതിയിലും ബേർഡ്സിന് പേര് കൊടുക്കും. അതുപോലെ ബേർഡ്സിന്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബേർഡ്സിലും ഒരേപോലെയല്ല കളർ. അത് ബേർഡ്സിൽ സ്പീഷീസിൽ തന്നെ ഇൻഡിവിജ്വൽ അനുസരിച്ച് കളർ മാറും. ആണിന് വേറെ കളറായിരിക്കും, ചിലപ്പോൾ പെണ്ണിന് വേറെ കളറായിരിക്കും, ജുവനൈലിന് വേറെ ആയിരിക്കും, അഡൽട്ടിന് വേറെ. അപ്പൊ ഇങ്ങനെ ഉള്ള ഭയങ്കര വൈവിധ്യമായിട്ടുള്ള നിറങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബേസിക് തുടക്കം എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ അതിന്റെ മോർഫോളജി അനുസരിച്ച് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു. അതിന്റെ നെയ്പ്പ്, കണ്ണ്, ബില്ല്, ത്രോട്ട്, ഈ സാധനങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. അതിന്റെ ഒക്കെ കളർ എന്താന്ന് പഠിച്ചു. അതിനൊക്കെ ബേസ് ചെയ്തിട്ട് അതിനെങ്ങനെയാണ് പേര് വരുന്നതും കൂടെ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മോർഫോളജി പോർഷനിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ, ഈ അലക്സാണ്ടർ പാരക്കീറ്റിന് എങ്ങനെയാ പേര് വന്നേ? അറിയില്ല കേട്ടോ, ഞാനത് അന്വേഷിച്ച് നോക്കാം. അലക്സാണ്ടർ പാരക്കീറ്റിന് എങ്ങനെയാണ് ആ പേര് വന്നെന്നുള്ളത് ചോദിച്ചാരായിരുന്നു? അലക്സാണ്ടർ പാരക്കീറ്റിന്റെ ആദിനാഥ്. ഓക്കെ, ഞാനത് നോക്കിയിട്ടില്ല കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. അറിയോ അലക്സാണ്ടർ പാരക്കീറ്റ്? അത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് കേട്ടിട്ടില്ലേ? അലക്സാണ്ടർ മഹാരാജാവ്. പുള്ളി ഇവിടുന്ന് കുറെ സാധനത്തിൽ പിടിച്ചിട്ട് പല രാജ്യങ്ങളിലും കൊടുത്തു. അപ്പൊ പുള്ളിയുടെ പേരിലാണ് അത് വന്നിട്ടുള്ളത്. ഓക്കെ, എനിക്ക് പുതിയ അറിവായിരുന്നത്. അല്ല, ശരണ്യല്ലേ ചോദിച്ചേ? ആദിനാഥ്. ഓക്കെ. ഞാനും ആദ്യമായിട്ട് അത് പഠിച്ച കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്ലാസ് നമ്മൾ അരമണിക്കൂർ കൊണ്ട് കുറച്ചിങ്ങനെ നീണ്ടുപോയി. കാരണം ഇത് കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇതിൽ പറയാൻ. അപ്പം അഭിരാഘട്ടൻ പറഞ്ഞ എല്ലാ ആൾക്കാർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഓരോ പക്ഷികളെ കാണുമ്പോൾ എന്തൊക്കെ നോക്കണം, തലേന്റെ എവിടെ നോക്കണം, ചിറകിൽ എന്ത് നോക്കണം, കളർ എങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഇതാണ് പക്ഷികളെ കണ്ടാൽ ഇനി പക്ഷികളെ പേര് വിളിക്കുമ്പോൾ എല്ലാം നമുക്ക് രസകരമായിട്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ നിങ്ങൾ ലാസ്റ്റിലത്തെ പടങ്ങൾ കുറെ ആൾക്കാർ പറഞ്ഞു. അതുപോലെ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും ഇനി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഈ ഒരു ക്ലാസ്സിന് ശേഷം. അപ്പൊ ഇനി ഒന്ന് തിരിച്ച് നാളെ ഒന്ന് നോക്കുക. നിങ്ങൾ ഓൾറെഡി കണ്ട പക്ഷികളെയൊക്കെ ഒന്നും കൂടി പേര് വായിച്ചു നോക്കുക. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നേന്നുള്ളത് നിങ്ങൾക്ക് പേര് മനസ്സിലാവും. ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. ബാക്കി ഇനി നമുക്ക് ഗ്രൂപ്പിൽ പറയാം. അതോടൊപ്പം നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ മെന്ററോടും ചോദിക്കാം. ആ രീതിയിൽ മുന്നോട്ട് പോവാം. ഓക്കെ.